ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഓൺട്രപ്രണേഴ്സ്, മാസം ആദ്യം മുതൽ അവസാനം വരെ ബിസിനസ്സിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഓൺട്രപ്രണേഴ്സ്, ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുന്നൊരു സംഭവമുണ്ട്. എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ബാങ്ക് അക്കൗണ്ട് നോക്കുമ്പോൾ ക്യാഷ് ഒന്നും കാണില്ല. ഒരു പരിധിവരെ വലിയൊരു മെജോറിറ്റി ഓൺട്രപ്രണേഴ്സ് ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണിത്. എത്ര ബുദ്ധിമുട്ടി പണിയെടുത്തിട്ടും അവസാനം നോക്കുമ്പോൾ പ്രോഫിറ്റ് എവിടെ, ക്യാഷ് എവിടെ? ആക്ച്വലി ഇതിൽ എന്താണ് പ്രോബ്ലം? വാട്ട് ഈസ് ദ പ്രോബ്ലം, സന്ധ്യ? പ്രോബ്ലം സിമ്പിളാണ്. എല്ലാ ബിസിനസ് ഓണേഴ്സും പിന്നെയും നമ്മുടെ അടുത്ത് വന്ന് പറയുന്ന പ്രശ്നമാണ് ക്യാഷ് ഫ്ലോൻ്റെ പ്രശ്നം. പക്ഷേ ഈ ക്യാഷ് ഫ്ലോ എന്ന് പറഞ്ഞാൽ എല്ലാ ക്യാഷ് ഫ്ലോ പ്രശ്നങ്ങളും ക്യാഷ് ഫ്ലോ അല്ല. ദർ ഇസ് സംതിങ് കോൾഡ് ആസ് ക്യാഷ് വെലോസിറ്റി. അതായത് നമ്മുടെ ബിസിനസ്സിലേക്ക് പണം വരുന്നതിൻ്റെ സ്പീഡ്, ഇത് സ്റ്റക്കായി പോകുന്നതുകൊണ്ടാണ് ഈ ക്യാഷ് ഫ്ലോ പ്രോബ്ലംസ്. അപ്പോൾ അതായത് ക്യാഷ് വെലോസിറ്റി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്, ക്യാഷ് ഫ്ലോ മാത്രമല്ല. അതെ. ഓക്കെ, അപ്പോൾ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണഗതിയിൽ പറഞ്ഞു കൊടുക്കുന്ന സൊല്യൂഷൻസ് ഉണ്ടല്ലോ അല്ലേ? നമ്മുടെ ഒരു 3 സ്റ്റെപ്പ് പ്രോസസ്സിൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ആ ഒരു 3 സ്റ്റെപ്പ് പ്രോസസ്സ് പെട്ടെന്ന് തന്നെ ബിസിനസ് ഓണേഴ്സിന് ചെയ്യാനും പറ്റുന്ന ഒരു പ്രോസസ്സാണ്. അതൊന്ന് നമുക്ക് നോക്കിയാലോ? എന്താണ് 3 സ്റ്റെപ്പ് പ്രോസസ്സ്? നമ്മുടെ 3 സ്റ്റെപ്പ് പ്രോസസ്സിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു സെപ്പറേറ്റ് ദി അക്കൗണ്ട്സ്. അതായത് പലപ്പോഴും ഏറ്റവും വലിയൊരു തെറ്റാണ് നമ്മുടെ ബിസിനസ് ഓണേഴ്സ് പണം റോൾ ചെയ്യും അല്ലെങ്കിൽ മിക്സ് ചെയ്യും. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ അക്കൗണ്ട്സിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഓപ്പറേഷണൽ ഫണ്ട്സും പിന്നെ ഒന്ന് ഗ്രോത്ത് ഫണ്ട്സ്. അതായത് നമ്മൾ ഗ്രോത്തിലേക്ക് മാറ്റി വയ്ക്കുന്നത്. ഓപ്പറേഷണൽ ഫണ്ട്സിൽ എല്ലാവരും പറയുന്ന പോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ മാറ്റി വെക്കണം എന്നാണ് പറയുക. ഈ വർക്കിംഗ് ക്യാപിറ്റൽ മിനിമം ഒരു 30 ഡേയ്സ് എക്സ്പെൻസസിനുള്ള ഒരു വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ റേസ് ചെയ്യുകയും ആ ഫണ്ട് അവിടെ നിർത്തി വെക്കുകയും കൂടി ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറയുക. സോ സെപ്പറേറ്റ് യുവർ അക്കൗണ്ട്സ് ഫസ്റ്റ്. അതായത് ക്യാഷ് ഫ്ലോയിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റും ക്യാഷും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കണം. അതെ. ഓക്കെ, ഇപ്പോൾ രണ്ടാമതായിട്ട് നമ്മൾ സാധാരണഗതിയിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു സംഭവം വെച്ചാൽ ട്രാക്ക് ചെയ്യാനാണ്. സാധാരണഗതിയിൽ ഇൻകം ട്രാക്ക് ചെയ്യും എല്ലാവരും, എക്സ്പെൻസും ട്രാക്ക് ചെയ്യും. പക്ഷേ എക്സ്പെൻസ് അധികം പേരും ട്രാക്ക് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്ലി ആയിട്ടാണ്. പക്ഷേ വാട്ട് വി ഓൾവേസ് സജസ്റ്റ് ഇസ് എവറി ഡേ, അല്ലേ? ഇപ്പോൾ മന്ത്ലി നമ്മൾ പറയും നമ്മുടെ ഏറ്റവും പ്രയോറിറ്റി ആയിട്ടുള്ള എക്സ്പെൻസ് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും ഡെയിലി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ എക്സ്പെൻസ് ട്രാക്ക് ചെയ്യുക എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പം വി ഓൾവേസ് സേ ടോപ്പ് 3 എക്സ്പെൻസസ് പെർ ഡേ. നിങ്ങൾക്ക് വരുന്ന ടോപ്പ് 3 എക്സ്പെൻസസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുക. മേ ബി ഒരു 1-2 months ഓർ 3 months ഇഫ് യു ട്രാക്ക് എവറി ഡേ, ഇന്ന് എൻ്റെ കമ്പനിയിൽ എൻ്റെ ബിസിനസ്സിൽ വന്ന ഏറ്റവും മെജോറിറ്റി ഈ 3 എക്സ്പെൻസാണ്. വാട്ട് വി ക്യാൻ ഡു ഇസ് ആസ് എൻ ഓൺട്രപ്രണർ, നമ്മളെപ്പോഴും പറയാറുണ്ട് നമ്മുടെ അക്കൗണ്ടൻസിനോടോ അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട്സ് മാനേജ് ചെയ്യുന്ന ടീം ആരാണെങ്കിലും അവിടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവുമല്ലോ, ഈ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകളോട് ഈ സാധനം മാത്രമെങ്കിലും എവറി ഡേ അയച്ചു തരാൻ പറയും. ഇന്ന് നമ്മുടെ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ വന്ന എക്സ്പെൻസ് എന്താണെന്നുള്ളതാണ്. അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് ട്രാക്ക് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഒരു മന്ത്ലി നമുക്ക് വരുന്ന സാലറി എക്സ്പെൻസ് അല്ലെങ്കിൽ റെൻറ്റ് എക്സ്പെൻസ് എന്നതിനേക്കാൾ കൂടുതൽ പല നമ്മൾ അറിയാത്ത മെജോറിറ്റി എക്സ്പെൻസസ് ഉണ്ടാവും. അതുമല്ല, വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. ഒരു മന്തിൽ എന്നാണ് ഏറ്റവും കൂടുതൽ കാശ് ചിലവാകുന്നത്? മന്തിൻ്റെ ബിഗിനിങ് ആണോ, മിഡിലാണോ, എൻഡിലാണോ? എപ്പോഴാണ് ഏറ്റവും കൂടുതൽ എക്സ്പെൻസസ് ചിലവാകുന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അതിനനുസരിച്ചൊരു പ്ലാനും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നൊരു മൂന്നാമത്തെ സ്റ്റെപ്പ് കൂടി ഉണ്ട് അല്ലേ? അത് ഈ ട്രാക്കിങ്ങിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് ഇസ് നെഗോസിയേഷൻ. നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കാത്തതും വിട്ടുകളയുന്ന ഒരു സ്റ്റെപ്പാണ് ഈ നെഗോസിയേഷൻ. നമ്മുടെ ഒത്തിരി സപ്ലയേഴ്സ് ഉണ്ടാവും, വെൻഡേഴ്സ് ഉണ്ടാവും. ഇവരുമായിട്ടൊക്കെ നെഗോഷിയേറ്റ് ചെയ്തിട്ട് ഒന്നും വേണ്ട, വെറും ഒരു 15 ദിവസത്തെയും കൂടി ഒരു പീരീഡ്, അതായത് 30 ദിവസത്തെ ക്രെഡിറ്റ് ആണെങ്കിൽ അതൊന്ന് 45 ദിവസം ഒന്ന് ആക്കി നോക്കുക, അല്ലെങ്കിൽ ഒരു 50 ദിവസം ആക്കി നോക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു 15 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിൽ വി ക്യാൻ ഇൻക്രീസ് ദി ക്യാഷ് വെലോസിറ്റി. അതായത് ക്യാഷ് ഇതിലേക്ക് വരുന്ന സ്പീഡും കിട്ടും, നമുക്കൊരു ബ്രീതിങ് സ്പേസും കിട്ടും. അവിടെ ഒരു 30 ഡേയ്സിൻ്റെ ഓപ്പറേഷൻസ് മാനേജ് ചെയ്യാനുള്ളൊരു ഫണ്ടും അവിടെ ഉണ്ടെങ്കിൽ ബിസിനസ് ഓണർ ക്യാൻ ഹാവ് ലോട്ട് മോർ ഫിനാൻഷ്യൽ ഫ്രീഡം ആൻഡ് തോട്ട് പ്രോസസ് ഇസ് വാട്ട് ഐ തിങ്ക് വി ബിലീവ്. അതായത് ആക്ച്വലി നെഗോസിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന കസ്റ്റമർ മാത്രമായിട്ടല്ല, വെൻഡേഴ്സ് ആയിട്ടുള്ള നെഗോസിയേഷൻ. ഒരു ഓൺട്രപ്രണർ ആയാലും നെഗോഷിയേറ്റ് ചെയ്യാൻ ഒരിക്കലും പഠിക്കരുത്. കറക്റ്റ്. സോ ഡിയർ ഓൺട്രപ്രണേഴ്സ്, ഇതാണ് നമ്മൾ പറഞ്ഞ 3 കാര്യങ്ങൾ. ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം അതല്ല, ക്യാഷ് ഫ്ലോയിൽ ക്യാഷ് വെലോസിറ്റി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് എത്ര പെട്ടെന്ന് ക്യാഷ് വരുന്നു, എത്ര പെട്ടെന്ന് ക്യാഷ് പോകുന്നു. ആ വെലോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും ബെറ്റർ ക്യാഷ് ഫ്ലോ ഉണ്ടാക്കാനും നിങ്ങളുടെ ബിസിനസ്സിലൊരു പ്രോഫിറ്റ് എപ്പോഴും ഒരു 1 monthൻ്റെ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കാര്യം ക്രിയേറ്റ് ചെയ്യാനുമാണ് 3 സ്റ്റെപ്സ് നമ്മൾ പറഞ്ഞു വന്നിട്ടുള്ളത്. സെപ്പറേറ്റ്, ട്രാക്ക് ആൻഡ് നെഗോഷിയേറ്റ്. സെപ്പറേറ്റ് യുവർ ക്യാഷ് ഫ്ലോ ആൻഡ് പ്രോഫിറ്റ്, ട്രാക്ക് യുവർ ഡെയിലി എക്സ്പെൻസസ്, ആൻഡ് ലാസ്റ്റ് വൺ, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, never hesitate to negotiate with your vendors or your distributors or your dealers. ഈ രീതിയിലുള്ള 3 സ്റ്റെപ്പുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ, ഓഫ് കോഴ്സ്, അല്ലേ, വി ക്യാൻ അഷ്വർ ദാറ്റ് For some
എക്സ്റ്റെൻറ്റ് ക്യാഷ് ഫ്ലോ പ്രോബ്ലംസ് ഒന്ന് കുറഞ്ഞു കിട്ടും. എല്ലാ ക്യാഷ് ഫ്ലോൻ്റെ റീസൺസ് ഇതാവണമെന്നില്ല, ബട്ട് യുവർ ക്യാഷ് ഫ്ലോ പ്രോബ്ലംസ് വിൽ ബി റെഡ്യൂസ് ടു എ ലാർജർ എക്സ്റ്റെൻറ്റ്. To know more about things like this and to hear conversations that is truly meaningful to you, subscribe to our channel, follow our Instagram page, and see you in SkillQuest community.